എല്ലാ സുഹൃത്തുക്കൾക്കും നിസ്തുലനായ യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ വന്ദനങ്ങൾ. അള്ളാഹു ആര് എന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന അർത്ഥത്തിൽ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി ഒരു പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു തലക്കെട്ടാണത്. വസ്തുതയാണത്. അള്ളാഹുവിനെ കുറിച്ച് ക്രൈസ്തവർക്ക് ഇതേവരെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് അള്ളാഹു എന്നത് സത്യദൈവത്തെ വിളിക്കാൻ മുസ്ലിങ്ങൾ ഉപയോഗിച്ചു പോരുന്ന ഭാഷാപരമായ ഒരു പരിഭാഷ എന്ന നിലയിൽ സത്യദൈവത്തിൻ്റെ അറബിയിലെ പേരാകും. ഇതാണ് ധരിച്ചിട്ടുള്ളത്. ആ ധാരണ കൊണ്ട് കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം അതിൽ പോലും മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചും അവർ ഏകദൈവ വിശ്വാസികളാണ് എന്നതുകൊണ്ട് എങ്ങനെ മുസ്ലിം സമൂഹത്തോട് ഏകീകരിക്കണമെന്നും അവരെ ഉൾക്കൊണ്ടു പോകണമെന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മുസ്ലിം സുഹൃത്തുക്കളോട് സംസാരിക്കുകയും അള്ളാഹു എന്ന് പറയാൻ അമാന്തിച്ചിട്ടില്ല ഒരു കാലഘട്ടം വരെ. എന്നാൽ ഗൗരവതരമായ ഖുർആൻ പഠനം, ഇസ്ലാമിക ചരിത്ര പഠനം, കർമ്മശാസ്ത്രങ്ങളുടെ പഠനം, ഹദീസ് നിദാന ശാസ്ത്രങ്ങളിലൂടെയുള്ള അന്വേഷണം, ഇംഗ്ലീഷിലും മലയാളത്തിലുമായുള്ള ഖുർആൻ്റെ പരിഭാഷകൾ, ഹദീസുകളുടെ പരിഭാഷകൾ, അവയൊക്കെ പഠിച്ചപ്പോൾ അള്ളാഹു എന്ന ദേവനെക്കുറിച്ച് ക്രൈസ്തവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ ഏകദേശം മാറുകയുണ്ടായി. ഇന്ന് മഹാഭൂരിപക്ഷം ക്രൈസ്തവർക്കും അള്ളാഹു എന്ന പ്രാദേശിക ദേവനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബാലുശ്ശേരിയെപ്പോലെയുള്ള ആളുകൾ എത്ര ശ്രമിച്ചാലും ഇനി ഒരിക്കലും ക്രൈസ്തവൻ്റെ ഹൃദയത്തിൽ പോയിട്ട് അവരുടെ ചിന്താധാരയുടെ സിറ്റ് ഔട്ടിൽ പോലും അള്ളാഹു എന്ന ഗോത്രദേവന് പ്രവേശനമുണ്ടായിരിക്കുകയില്ല. കാരണം അള്ളാഹു ആരാധന ഒരു പേഴ്സണാലിറ്റി കൾട്ടാണ്. അള്ളാഹു ആരാധന ഒരുതരം പ്രാകൃത ശിലാപൂജയുടെ ഭാഗമാണ്. അള്ളാഹു ആരാധന ഏക ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടോ വിചിന്തനമോ അല്ല എന്ന സത്യം ക്രൈസ്തവർ തിരിച്ചറിയുന്നു. എന്താണ് അതിൻ്റെ കാരണം? അള്ളാഹു എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത് അലിഫ്, ലാം, ലാം, ഹ എന്നിങ്ങനെയുള്ള ചതുരാക്ഷരിയിൽ നിന്നാണ്. ഖുർആനിൽ 2697 ആവർത്തി അള്ളാഹു എന്ന പദം കാണുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിന് സർവശക്തനായ, സർവാധികാരിയായ, വിശ്വേശ്വരനായ, പ്രപഞ്ച സൃഷ്ടാവായ, ഒരു സാർവത്രികനായ ദൈവമെന്ന രൂപത്തിൽ വിശേഷണങ്ങൾ ചേർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ഒരിക്കലും സർവശക്തനോ സർവജ്ഞാനിയോ സർവവ്യാപിയോ ആയ പ്രപഞ്ച നിർമ്മിതാവോ പടച്ചവനോ അല്ല. കാരണം അള്ളാഹു എന്ന ഗോത്രദേവൻ ആ രൂപത്തിലേക്ക് ഉയരുന്നതും അങ്ങനെ ഒരാളാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നുമുള്ള തെറ്റിദ്ധാരണ പരക്കുന്നത് മുഹമ്മദിൻ്റെ വരവോടെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടു കൂടി മാത്രമാണ്. മുഹമ്മദിന് മുമ്പ് ഒരാളും ചരിത്രത്തിലൊരിക്കലും അള്ളാഹു പ്രപഞ്ചനാഥനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ചരിത്ര തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ മുൻപോട്ട് വരികയാണ് വേണ്ടത്. ചരിത്ര തെളിവാണ് വേണ്ടത്. ഖുർആനിലെ വാക്കുകൾ ഇക്കാര്യത്തിൽ പര്യാപ്തമല്ല. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ യഥോചിതം ക്രമേണ വിശദീകരിച്ചു കൊള്ളാം. ആദ്യം നമുക്ക് ആരായിരുന്നു അള്ളാഹു എന്ന് പലയാവർത്തി ഞങ്ങൾ പറഞ്ഞ ആ പരമപ്രധാന സത്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുവഴി ഉള്ള ഗുണം ഒരിക്കൽ കൂടി ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കട്ടെ, ഇസ്ലാമിക സഹോദരന്മാർ മനസ്സിലാക്കട്ടെ അള്ളാഹു ആരാണെന്ന്. അള്ളാഹുവിനെ കുറിച്ച് ക്രൈസ്തവർ ആരെങ്കിലും ആരോപിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറത്ത് അള്ളാഹു ഗോത്രദേവനാണ് എന്ന ആ വാദഗതിക്ക് ആക്കം കൂട്ടും വിധം ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇസ്ലാമിക് ഹിസ്റ്ററി ഐച്ഛികമായി പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രൊഫസർ T. ജമാൽ മുഹമ്മദിൻ്റെ
ചരിത്ര പുസ്തകം, അറബികളുടെ ചരിത്രം, അതിൻ്റെ 32, 33, 34 പേജുകൾ എങ്ങനെയാണ് അള്ളാഹു എന്ന ഗോത്രദേവൻ മുൻകാലങ്ങളിൽ അവിടെ നിലകൊണ്ടത് എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഡോക്ടർ ടി ജമാൽ മുഹമ്മദിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഞാൻ പലയാവർത്തി പൊതുരംഗത്ത് കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം ഡോക്ടർ ജമാൽ മുഹമ്മദ് തന്നെ രംഗത്ത് വരികയും തൻ്റെ പുസ്തകം അദ്ദേഹം പുനഃപ്രസിദ്ധീകരിക്കാൻ അതിൽ ഇങ്ങനെ സ്ഖലിതങ്ങളായി വന്ന് ഭവിച്ചവ തിരുത്തും എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതെന്തുമാകട്ടെ, ഇനി ജമാൽ മുഹമ്മദ് സാറല്ല, മറ്റ് ചരിത്രകാരന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി മുസ്ലിങ്ങൾ തന്നെ പുറത്തിറക്കിയിട്ടുള്ള നിരവധി ചരിത്രകൃതികൾ ഞാൻ സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അത് ഓറിയന്റലിസ്റ്റുകളല്ല, അത് ക്രൈസ്തവരല്ല, വളരെ പ്രാമാണികമെന്ന് കരുതുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നു, മുഹമ്മദിന് മുമ്പ് അള്ളാഹുവിനെ മക്കയിലുള്ള ആളുകൾ ആരാധിച്ചിരുന്നു. അള്ളാഹുവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. അൽ ലാത്ത, അൽ മനാത്ത, അൽ ഊസ എന്ന് അവർക്ക് പേരായിരുന്നു. ലാത്തയെക്കുറിച്ച്, മനാത്തയെക്കുറിച്ച്, ഊസയെക്കുറിച്ചുള്ള പരാമർശം ഖുർആന്റെ 16-ാം സൂറത്ത് 57-ാം ആയത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അള്ളാഹുവിന് അവർ പെൺമക്കളെ നൽകുന്നു, അവൻ എത്ര പരിശുദ്ധൻ, അവർക്കോ അവർ ഇഷ്ടപ്പെടുന്ന ആൺമക്കളും. അത് സൂറ 16 ആയത്ത് 57. അള്ളാഹുവിന് അവർ പെൺമക്കളെ നൽകുന്നു എന്ന് വെച്ചാൽ ഇതൊരു പുതിയ ആശയമല്ല. അള്ളാഹുവിന് മക്കാ മുശ്രിക്കുകൾ പെൺമക്കളെ നൽകുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഇന്നു വന്ന മാറ്റമാണ് ഖുർആനിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴുള്ള അള്ളാഹുവിന് അങ്ങനെ പെൺമക്കളില്ല. പെൺമക്കളെ കൊന്നുകളഞ്ഞിട്ട് ആൺമക്കൾക്ക് പ്രാധാന്യം നൽകുന്ന മക്കാ മുശ്രിക്കുകളെ കുറിച്ചുള്ള ഒരു പ്രയോഗം കൂടിയാണിത്. വാസ്തവത്തിൽ ഈ പെൺമക്കളെ അവർ കൊന്നുകളഞ്ഞു എന്ന വാദം അത്ര കണ്ട് ശരിയല്ല. പെൺമക്കളെ അപൂർവമായി കൊന്നിട്ടുണ്ടാകും, ആൺമക്കളെ കൊന്നിട്ടുണ്ടാകും. അത് സർവ്വസാധാരണമായ ഒരു നാട്ടു നടപ്പൊന്നുമല്ല. അല്ലെങ്കിൽ ഈ ബാക്കി സ്ത്രീകളൊക്കെ എവിടുന്നാണ് എന്ന് ചരിത്രകാരന്മാർ പറയട്ടെ, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കട്ടെ. ധാരാളം സ്ത്രീകൾ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയിട്ടുള്ള മുഹാജിറുകൾക്ക് അൻസാറുകൾ കൊടുത്തത് ഇത്തരത്തിൽ തങ്ങളുടെ ഭാര്യമാരെ വീതം വെച്ച് കൊടുത്തു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ വാക്യം തരുന്ന സൂചന അള്ളാഹുവിനെ കുറിച്ച് മക്കാ മുശ്രിക്കുകൾക്കിടയിൽ നിലനിന്നിരുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹു അപ്പനും 3 പെൺമക്കളുമായി ഒരു ചെറിയ കുടുംബം, നമ്മൾ പറയുന്നില്ല ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറഞ്ഞ പോലെ തരക്കേടില്ലാതെ ജീവിച്ചു വരികയായിരുന്നു. ഇതിൽ മക്കയുടെ തെക്ക് ഭാഗത്ത് നഖ്ല എന്നൊരു സ്ഥലത്തായിരുന്നു ഉസ എന്ന ദേവതയുടെ, ആ മൂർത്തിയുടെ അധിവാസ കേന്ദ്രം. കൂടാതെ ഈന്തപ്പനകളെ അവർ ആരാധിച്ചിരുന്നു, ഭൂഗർഭ ജലത്തെ ആരാധിച്ചിരുന്നു, കിണറുകളെ ആരാധിച്ചിരുന്നു, ഗുഹകളെ ആരാധിച്ചിരുന്നു. ഗുഹകളും മറ്റും ജിന്നുകളുടെ താവളങ്ങളാണ് എന്ന് അവർ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ നീരൊഴുക്കുകളെ പ്രണയിച്ചിരുന്നു. സംസം കിണർ രോമാഞ്ചജനകമായ ഒരു അനുഭവമായി അവർ കണ്ടിരുന്നു. മാത്രമല്ല അവരുടെ കലകൾ, നാടോടി നൃത്തങ്ങൾ, പ്രാകൃത ആചാരങ്ങൾ പലതും നിലനിന്നിരുന്നത് ചന്ദ്രൻ എന്ന വാദ് ദേവനുമായി ബന്ധപ്പെട്ടായിരുന്നു. അവർ നിലനിന്നു പോരുന്ന ഉക്കാർ എന്ന സമ്മേളനം നടത്തിയിരുന്ന മക്ക എന്ന സ്ഥലമുണ്ടായിരുന്നു. ഉക്കാർ എന്നത് ഒരു പരിധിവരെ മതവും സംസ്കാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഇടമായിരുന്നു. ആ സ്ഥലത്ത് കവികൾക്കും പാട്ടുകാർക്കുമൊക്കെ വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഒരു വീട്ടിലൊരു കവിയുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമായി ആളുകൾ കരുതുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആചാരവും രീതിയും അവർക്കിടയിൽ നിലനിന്നിരുന്നു. അന്ന് ആളുകൾ കണ്ടിരുന്നത്, നാട്ടുകാർ കണ്ടിരുന്നത് ഈ അള്ളാഹു ഉസയുടെയും ലാത്തയുടെയും മനാത്തയുടെയും അപ്പൻ എന്ന നിലയിലാണ്. ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ പെൺമക്കളെന്ന് വിടുവിച്ച് ഏകസത്യ ദൈവം എന്ന നിലയിലേക്ക് ഉയർത്തിയത് മുഹമ്മദാണ്. മുഹമ്മദിന് മുമ്പൊന്നും ഇത്തരത്തിലൊരു ശബ്ദം ചരിത്രത്തിലെങ്ങും കേൾക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ക്രൈസ്തവർ ഇന്ന് ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അള്ളാഹു എന്ന പരാമർശം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതീയ ദേവന്റെ പേരാണ്. അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നത് ക്രൈസ്തവർക്ക് അസഹിഷ്ണുതയില്ല. പക്ഷേ ക്രൈസ്തവർ വിശ്വസിച്ചു പോരുന്ന ഏകസത്യ ദൈവം അള്ളാഹു അല്ല. ഇവിടെ സ്വാഭാവികമായി ഉയരാവുന്ന ഒരു ചോദ്യമുണ്ട്.
ആ ചോദ്യത്തിന് കൃത്യതയാർന്നൊരു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം. അങ്ങനെയെങ്കിൽ അറബിക് ബൈബിളിൽ എന്തുകൊണ്ട് അള്ളാഹു എന്ന് കണ്ടു? അത് വിവർത്തന പിശകാണോ? തീർച്ചയായിട്ടും അത് വിവർത്തന പിശകാണ്. വരും കാലഘട്ടത്തിൽ അറബി ബൈബിൾ പുനഃപ്രസിദ്ധീകരിക്കുന്ന ഒരു അവസരമുണ്ടെങ്കിൽ അള്ളാഹു എന്ന് ഉപയോഗിച്ചുകൂടാ. കാരണം അതൊരു ഗോത്രദേവന്റെ പേരാണ്. ധാരാളം ദൈവസങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ഹനുമാൻ എന്ന ഒരു ദേവനെ മാത്രം വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹനുമാനെ മാത്രം ദൈവമായി കാണുന്ന ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ ആളുകൾ പറയുന്നു ഹനുമാൻ അല്ലാതെ മറ്റാരുമില്ല, ഹനുമാൻ ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അതിൽ ശരിയുണ്ട് എന്നതുപോലെയാണ് അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കണം. ലാത്തയല്ല, മനാത്തയല്ല, ഉസയല്ല, ആ നാട്ടിലുള്ള മറ്റേതെങ്കിലും ദേവീ ദേവന്മാരല്ല, അവർ ആരാധിച്ചു പോരുന്ന ജിന്നുകളല്ല, മറിച്ച് അള്ളാഹു ആണ് ദൈവം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനൊപ്പം പെൺമക്കളുണ്ടായിരുന്നു. അള്ളാഹുവിന് 3 പെൺമക്കളെ കുറിച്ചുള്ള വ്യക്തമായ ചരിത്രം അറബി ചരിത്രത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. ആ സത്യം ഇന്ന് യഥേഷ്ടം ക്രൈസ്തവ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ പാട്ടിൽ, അവരുടെ ചിന്തയിൽ അള്ളാഹു എന്ന ഗോത്രദേവന്റെ യാതൊരു ധാരണയോ സങ്കല്പങ്ങളോ ഇല്ല എന്ന സത്യം കൂടി മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ഇവിടെ ഒരു കാര്യം കൂടി, എങ്ങനെയാണ് അറബി ബൈബിളിൽ ഈ പദപ്രയോഗം ഉണ്ടായത് എന്നറിയണമല്ലോ. AD 750 വരെ അറബി ഭാഷയിൽ ബൈബിളിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു പരിഭാഷയെക്കുറിച്ചുള്ള ആലോചന വരുന്നത്. ഏതാണ്ട് 942 942 കാലത്ത് അന്ത്യോക്യയിലെ പാത്രിയാർക്കിസിന് ഒരു താല്പര്യം ഉണ്ടായി. അറബിയിലേക്ക് ബൈബിൾ മൊഴിമാറ്റം ചെയ്യണം. അദ്ദേഹം അതിന് ധാരാളം പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി അറബിയിൽ പ്രാവീണ്യം പരിഗണിച്ച് ഈ പരിഭാഷയ്ക്ക് തയ്യാറാവുകയാണ്. അതിൽ ശമര്യരുണ്ട്, അതിൽ നെസ്തോറിയന്മാരുണ്ട്, പലതരം ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർ അതിൻ്റെ കമ്മിറ്റിയിലുണ്ട്. പക്ഷേ ഈ കമ്മിറ്റിയുടെ തലവൻ ഇബു ഉൽ അസാൽ എന്നു പേരായ ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു. അറബി പണ്ഡിതനായ ഒരു മുസ്ലിമായിരുന്നു. സ്വാഭാവികമായി യാവേ, അദോണായ് എന്നൊക്കെയുള്ള സ്ഥലത്ത് ഒരു മുസ്ലിം പണ്ഡിതൻ ദൈവമായി കരുതി പോരുന്ന അള്ളാഹുവിൻ്റെ പേര് വക്കുക സ്വാഭാവികം. കാരണം അറബി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം പരിഗണിച്ച് പണം കൊടുത്തും പരിഗണന കൊടുത്തും ഇബു ഉൽ അസാലിനെ കൊണ്ട് 942 ബൈബിൾ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായി. അങ്ങനെ കടന്നുകൂടിയ ഗുരുതരമായ ഒരു പിശകാണത്. അതുകൊണ്ട് വരും കാലഘട്ടത്തിൽ ഇത്തരം ഗുരുതരമായ പിഴവുകൾ ഭവിക്കാതിരിക്കത്തക്കവണ്ണം പരിഭാഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും യാഹ്വേ അള്ളാഹു അല്ല, യാഹ്വേക്ക് അള്ളാഹു ആകാനോ അള്ളാഹുവിന് യാഹ്വേ ആകാനോ കഴിയാത്ത വിധം വൈരുദ്ധ്യങ്ങളുടെ സങ്കലനമാണത്. അബ്രഹാം അള്ളാഹു എന്ന ഗോത്രദേവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇസഹാക്ക് അള്ളാഹു എന്ന ഗോത്രദേവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇസ്മായേൽ അള്ളാഹു എന്ന ഗോത്രദേവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. യാക്കോബ് അള്ളാഹു എന്ന ഗോത്രദേവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ വാദമനുസരിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് കാബായിൽ അത് പുതുക്കിപ്പണിതത് ഇബ്രാഹീമും ഇസ്മായിലും ചേർന്നാണെന്നാണ്. ഇബ്രാഹിം അല്ലെങ്കിൽ അബ്രഹാം അതുപോലെ ഇസ്മായിലും ഒരിക്കലും കാബ സന്ദർശിച്ചിട്ടില്ല. മക്കയിലോ മദീനയിലോ അവർ പോയിട്ടില്ല. അവർ അള്ളാഹുവിനെ വിളിച്ചിട്ടില്ല. മറ്റൊരു വലിയ കാര്യം, ഈ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഹാഷിമൈറ്റുകൾക്ക് ഒരു വിധത്തിലും അബ്രഹാമിനോട് ബന്ധമില്ല. അബ്രഹാമിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ പിന്തുടർച്ചക്കാരായി ഹാഷിമുകൾ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രവും നിലനിൽക്കുന്നില്ല. ചുരുക്കത്തിൽ ഇവയെല്ലാം ഫ്രെയിം ചെയ്തെടുത്ത വെറും കഥകളാണ്. ഈ കഥകൾ എവിടെയും സ്ഥാപിക്കാൻ അത് കഥ മാത്രമായിരുന്നു. ചരിത്രത്തെ വിഷലിപ്ത കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുവാനുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വ്യഗ്രത മാത്രമായിരുന്നു എന്ന് എവിടെയും തെളിയിക്കാൻ ഞങ്ങൾക്കാകും. അതുകൊണ്ട് ഞങ്ങൾ സംവാദത്തിൽ ഇത്തരത്തിൽ പ്രാപ്തി നേടി വരുമ്പോൾ, പഠനം നടത്തി വരുമ്പോൾ, ഒളിച്ചോട്ടം നടത്തിപ്പോകുന്ന ദാവാപ്രഭാഷകരുടെ ആ നിലപാടിനോട് ഞങ്ങൾക്ക് സഹതാപം. ഏതായാലും നമുക്ക് അത് മാത്രം പറഞ്ഞിരുന്നാൽ പോരാ, മറ്റു ചില വിഷയങ്ങൾ കൂടി ഒന്ന് കടന്നു പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അള്ളാഹു ആണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ കഥാപാത്രം. ഇത് ഗോത്രദേവൻ തന്നെയാണ്. ഈ ഗോത്രദേവനെ വിശ്വേശ്വരനായി, പ്രപഞ്ചനാഥനായി, പടച്ചവനായി പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള മുഹമ്മദിൻ്റെ ആ ഏർപ്പാടാണ് പിൽക്കാലഘട്ടത്തിൽ
ജനങ്ങൾ ഈ ഗോത്രദേവനെ വരിക്കാനും പ്രപഞ്ചനാഥനായി തെറ്റിദ്ധരിക്കാനും ഒക്കെ ഉള്ള കാരണം. മദ്രസയിൽ മാത്രം പഠിച്ചു പോരുന്ന സാധുക്കളായ മുസ്ലിം സഹോദരന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾ ചരിത്രം പഠിക്കുക, നിങ്ങൾ വസ്തുതകൾ പഠിക്കുക. അള്ളാഹു എന്ന ഗോത്രദേവനെക്കുറിച്ചും ഈ ഗോത്രദേവനെ വിശ്വനാഥനായി പ്രപഞ്ചശില്പിയായി അവതരിപ്പിച്ച മുഹമ്മദിനെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. വ്യക്തമായി അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം പറയട്ടെ, ഈ അള്ളാഹുവിനെ വിശ്വനാഥനാക്കി പ്രപഞ്ചനാഥനാക്കി മാറ്റിയപ്പോൾ അത് വല്ലാത്ത ഒരു ചെയ്ത്തായിപ്പോയി. ആർക്ക്? മുസ്ലിങ്ങൾക്കും അതുപോലെ അള്ളാഹുവിനും. കാരണം പറയാം, അള്ളാഹു കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത വലിയ ഉത്തരവാദിത്വമാണ് പ്രപഞ്ചനാഥനാവുക വഴി സംഭവിക്കുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, ഒരു വിശകലനം ഞാൻ നിർവഹിക്കാം. എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ ഇത് അല്പം ഭാഗികമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു പഞ്ചായത്ത് മാത്രം ഭരിച്ച് ശീലമുള്ള ഒരാളെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കുഗ്രാമം ഭരിച്ച് മാത്രം ശീലമുള്ള ഒരു ഗോത്രത്തലവനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിയാൽ അദ്ദേഹത്തിന് പരിചയമില്ല, ഭാഷവശമില്ല, ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ല, ആ ഗ്രാമീണ ഭാഷ മാത്രം സംസാരിച്ച് ശീലമുള്ള ആൾ, തൻ്റെ ചുറ്റുപാടിലെ ചെറിയ അറിവുകൾ മാത്രം അഭിരമിച്ചു പോന്ന ആൾ, തൻ്റെ പ്രാകൃതങ്ങളായ സ്വഭാവ സവിശേഷതകൾ പ്രയോഗിച്ചു പോന്ന ആൾ, ആ വ്യക്തിയെ ഇന്ത്യയുടെ മുഴുവൻ പ്രധാനമന്ത്രിയാക്കിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് മനസ്സിലായല്ലോ. അല്ല, നമുക്ക് അദ്ദേഹത്തെ പിടിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയാക്കിയാലോ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആക്കിയാലോ എത്ര ഗുരുതരമായിരിക്കും ഭവിഷ്യത്ത്. ഇതേ അള്ളാഹുവിനും ഭവിച്ചുള്ളൂ. അനേക ആളുകൾ മക്കയിലെ മക്കാ മുശ്രിക്കുകളും മറ്റും ആരാധിച്ചു പോന്നിരുന്ന ഈ ഗോത്രദേവനെ അദ്ദേഹം തൻ്റെ കൂടി കുലദൈവമായതുകൊണ്ട് ബാക്കി ദൈവ സങ്കല്പങ്ങളെ ഉന്മൂലനം ചെയ്തിട്ട് അള്ളാഹുവിനെ മാത്രം ഉയർത്തിക്കാട്ടി ലാത്തയെ മനാത്തെ ഉസയെ ഒഴിവാക്കിയിട്ട് ഇവയെല്ലാം തകർത്തിട്ട് ഈ അള്ളാഹു മാത്രമാണ് ഏകസത്യ ദൈവം എന്ന് പറയുക വഴി സംഭവിച്ചത്. അള്ളാഹുവിനൊന്നും ശീലമില്ല, അദ്ദേഹത്തിന് മക്കയ്ക്കപ്പുറത്തേക്ക് റീച്ചില്ല. അതാണ് പ്രശ്നം. അള്ളാഹു വിഷണ്ണനായി, അള്ളാഹുവിനൊന്നും ചെയ്യാനില്ല. അള്ളാഹു അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു ചെയ്ത അബദ്ധങ്ങളിൽ ആദ്യത്തേത് ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു പരമ്പര പോലെ പറയാനുള്ളതാണ്. ഒന്നാമത്തെ അബദ്ധം, വാലും തലയുമില്ലാത്തൊരു അരുളപ്പാട് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ സംശയരഹിതമായ വിധത്തിൽ താൻ സംസാരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരുതരം അരുളപ്പാട് കൊണ്ട് മുഹമ്മദിനെ പനി പിടിപ്പിച്ചു കളഞ്ഞു. ഒന്നാമത്തെ അബദ്ധം. കാരണം അന്ത്യപ്രവാചകനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഹിറാ ഗുഹയിലെ ആ സംഭവം ഉണ്ടല്ലോ, തൻ്റെ അരികിലേക്ക് വരുന്ന ഒരു ദൃശ്യം, ആ ദൃശ്യം കണ്ട് ആ ശബ്ദം കേട്ട് മുഹമ്മദ് ഭയചകിതനായി വീട്ടിലേക്ക് ഓടി തൻ്റെ ഭാര്യയോട് വിവരം പറയുമ്പോൾ തൻ്റെ ഭാര്യയായ ഖദീജയാണ് അദ്ദേഹത്തിന് ഉറപ്പിച്ചു കൊടുക്കുന്നത് ഇത് ഗബ്രിയേൽ അല്ലാതെ മറ്റാരുമല്ല. അത് ഗബ്രിയേലോ അതറിയാതെ ഓടിയത് എങ്ങോട്ടാണ്? അന്ന് ജീവിച്ചിരുന്ന ബറക്കത്ത് ഇബ്നു നൗഫൽ എന്നു പേരായിട്ടുള്ള ഖദീജയുടെ കസിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ ഖദീജയും കസിനും ചേർന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ഇത് മലക്കാണ്. ഖദീജയ്ക്കും അതുപോലെ ബറക്കത്ത് ഇബ്നു നൗഫലിനും മാത്രം അറിവുള്ള ഈ കാര്യം മുഹമ്മദിന് എങ്ങനെ മനസ്സിലായി എന്നെനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ? ഖദീജയ്ക്ക് എന്ത് അധികാരമാണ്, അതോറിറ്റിയാണ് ഈ വിഷയത്തിൽ? നിങ്ങൾക്കറിയാമോ? ബറക്കത്ത് ഇബ്നു നൗഫലിൻ്റെ വാക്കുകൾക്ക് ഏത് രൂപത്തിലാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്? ഇത് മലക്കാണെന്ന്. ഇത്തരമൊരു മലക്കിനെ ഇദ്ദേഹം മുമ്പ് കണ്ടിട്ടുണ്ടോ? ഖദീജ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവെന്ത്? ഖദീജ കണ്ടിട്ടില്ലാത്ത, ബറക്കത്ത് ഇബ്നു നൗഫൽ കണ്ടിട്ടില്ലാത്ത ഒരു മലക്കിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ മാത്രയിൽ ഇവർ പറയുന്ന ചിന്തയെ ആധാരമാക്കിക്കൊണ്ട് മുഹമ്മദിന് തോന്നുന്നു താൻ പ്രവാചകനാണ്. അടുത്താണ് രസകരം. വീണ്ടും ഇങ്ങനെ അനുഭവമുണ്ടായി. മൂടിപ്പുതച്ചുറങ്ങുമ്പോൾ അടുത്ത ആയത്ത് അവതരിക്കുകയാണ്. മൂടിപ്പുതച്ചുറങ്ങുന്നവനെ നീ എഴുന്നേൽക്കണം. ഭയചകിതനായി എഴുന്നേറ്റപ്പോൾ ദാ നിൽക്കുന്നു എന്നൊക്കെ മലക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖദീജ സുന്ദരമായൊരു പരീക്ഷണം. ആ പരീക്ഷണം ദൂതൻ്റെ മുമ്പിൽ, മലക്കിൻ്റെ മുമ്പിൽ അവൾ വിവസ്ത്രയായി നഗ്നയായി മാറി തൻ്റെ തുടകളിൽ മുഹമ്മദിനെ മാറ്റി ഇരുത്തി. നീ ഇപ്പോൾ എന്തു കാണുന്നു? നീ ഇപ്പോൾ എങ്ങനെയാണ് മലക്കിനെ ദർശിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ച് മലക്കാണോ എന്ന് ഉറപ്പുവരുത്താൻ നഗ്നയാകുമ്പോൾ
മലക്ക് ഓടിപ്പോകും എന്നുള്ള ഒരു തരത്തിലുള്ള വിചിന്തനം നടത്തി. പ്രിയപ്പെട്ടവരെ, ഒരു ദൂതനാണ് തൻ്റെ അരികിലേക്ക് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ പാരാമീറ്റർ സ്ത്രീയുടെ നഗ്നതയാണ് എന്ന് പറഞ്ഞു ബോധിപ്പിക്കത്തക്ക വിധം കാര്യങ്ങൾ പോകുമ്പോൾ അള്ളാഹു ഇതികർത്തവ്യതാമൂഢനായി ഒന്നും ചെയ്യാനില്ലാത്തവനായി നിലകൊള്ളുകയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ പറയൂ, വിശ്വസനീയമായ എന്തരുളപ്പാടാണ് മുഹമ്മദിന് കിട്ടിയിട്ടുള്ളത്? മനുഷ്യരാശിക്ക് മുഹമ്മദ് കണ്ടത് അള്ളാഹുവിൻ്റെ മലക്കനെയാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? അത് മലക്കാകാം, അല്ലായിരിക്കാം, കള്ളം പറഞ്ഞതാകാം, വസ്തുതയാകാം. ഇങ്ങനെയുള്ള താത്വികമായ അത്തരത്തിലെ വിവിധ തരത്തിലുള്ള അതിൻ്റെ നിബന്ധനകൾ വച്ചളക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇത് മലക്കാണ്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്? പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. അങ്ങനെ തുടക്കം മുതൽ അബദ്ധത്തിൽ തുടങ്ങി ആ പോകുന്ന വഴിക്ക് ചില സുബത്തങ്ങൾ കാണാം. എന്തെങ്കിലും സുബത്തം ഖുർആനിലുണ്ടെങ്കിൽ അത് അന്യമതങ്ങളുടെ അനുകരണമാണ്. അന്യമതങ്ങളിൽ നിന്ന് യഥോചിതം മൊഴിമാറ്റം ചെയ്ത് വേർഷൻ മാറ്റി എഴുതിയ ചില കാര്യാദികൾ അല്ലാതെ യാതൊന്നും അതിൽ മൗലികമെന്ന് പറയാനില്ല. മൗലികമായുള്ളവ എന്ന് ആരെങ്കിലും കരുതുന്നവയാകട്ടെ അത് ഭീകരതയുടെയും അതുപോലെ സുഖഭോഗാദികൾക്ക് വേണ്ടിയിട്ട് അതും എഴുത്തുകാരനായ മുഹമ്മദിൻ്റെ ശാരീരിക തൃഷ്ണയുടെ തീവ്രതയ്ക്ക് വേണ്ടി അതിനെ പൂരിപ്പിക്കാൻ നൽകുന്ന ഉടമ്പടികളും പ്രമാണങ്ങളും ആലോചനകളും ഒക്കെയാണ്. അപ്പോൾ അള്ളാഹുവിന് ഇത്രയും വലിയ പ്രപഞ്ചനാഥനായപ്പോൾ ഭവിച്ച ആ പ്രതിസന്ധിയാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. രണ്ടാമതായി, ഈ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും അള്ളാഹു സംസാരിക്കുന്നത് മുഹമ്മദിനോടാണ്. മുഹമ്മദ് അത് സമൂഹത്തോട് സംസാരിക്കുന്നു. എന്നിട്ട് തൻ്റെ ഏതെല്ലാം ആവശ്യമുണ്ടോ അതിനെല്ലാം ദാ ആയത്ത് വരുന്നു എന്ന് കൃത്യം പറയുകയാണ്. കൃത്യം പറയുമ്പോൾ ഒരു സംശയാലുവിനോട് ചോദിക്കാം, സാർ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ പ്രഭോ അല്ലെങ്കിൽ നബിയെ, താങ്കൾ ഈ പറയുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അതിൻ്റെ തെളിവെന്താ? ആര് വന്നങ്ങനെ ചോദിക്കാനുണ്ടായില്ല. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിന് കുറേ അനുഗാമികളുണ്ടായിരുന്നു. അവരതിസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരിൽ മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ചുങ്കം പിരിവുകാരായ ആട്ടിടയന്മാരായ സാധുക്കളായ ഒരു വട്ടം മനുഷ്യരായിരുന്നു. അവർ ചില ഘട്ടങ്ങളിൽ വയലൻ്റ് ആകുമ്പോൾ യേശുവിൻ്റെ ഒരു വാക്കുമതി അവർ നിശബ്ദരാകും. വാൾ കൊണ്ടുള്ള അടരാട്ടം അത് ഒരു ഘട്ടത്തിൽ ഒരു ശിഷ്യൻ പരീക്ഷിക്കാൻ വരുമ്പോട്ട് വാളുറയിൽ നിന്ന് ഊരുമ്പോൾ യേശു പറഞ്ഞു, വാളുറയിലിടുക. ഇത് വാളിൻ്റെ മാർഗമൊന്നുമല്ല. പക്ഷേ ആരും അള്ളാഹുവിനെ ചോദ്യം ചെയ്യാഞ്ഞത്, മുഹമ്മദിനെ ചോദ്യം ചെയ്യാഞ്ഞത് മുഹമ്മദിൻ്റെ കൂടെയുള്ള സഹാബികളൊക്കെ തന്നെ നല്ല ഗുണ്ടാപ്പടയായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണം ഉമർ ഇബ്നു ഖത്താബാണ്. ഉമർ ഖത്താബ് കൊന്നൊടുക്കിയ അദ്ദേഹം വാളുകൊണ്ട് കണക്ക് തീർക്കുന്ന ആളായിരുന്നു. പണ്ട് മുഹമ്മദിനെ വിരോധിച്ചുകൊണ്ട് നടന്ന അദ്ദേഹം ക്രമേണ മുഹമ്മദിൻ്റെ പക്ഷത്തായി. മുഹമ്മദിൻ്റെ അരികിലേക്ക് പോകുന്നവരെ ഉപദ്രവിച്ചു ആദ്യഘട്ടമെങ്കിൽ. രണ്ടാം ഘട്ടം മുഹമ്മദിൻ്റെ പക്ഷത്തായി. പക്ഷെ ജോലി മാറ്റിയിട്ടില്ല. പണ്ട് മുഹമ്മദിന് എതിരെയുള്ള വെട്ടെങ്കിൽ പിന്നീട് മുഹമ്മദിന് അനുകൂലമായ വെട്ട്. വാൾ കൈപ്പിടിയിൽ ചോര ഉറഞ്ഞു പിടിച്ചാലും താഴെയിടാൻ കഴിയാത്ത വിധത്തിൽ ക്രൂരനായ ഉമർ ഖത്താബ്, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉസ്മാൻ, അബൂബക്കർ സിദ്ദീഖ്, ഹംസ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. ഈ ഹംസയുടെ മാറ് പിളർന്നിട്ട് അദ്ദേഹത്തിൻ്റെ കരൾ പറിച്ചെടുത്ത് കടിച്ചു ചവച്ചു തുപ്പിയ ഹിന്ദ് എന്നൊരു യുവതിയെക്കുറിച്ച് കാണുന്നുണ്ട്. അത്ര ക്രൂരത അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കത്തക്ക വിധമുള്ള ഒരു പറ്റം ഗുണ്ടാപ്പടകളെയാണ് ശിഷ്യഗണങ്ങളായിട്ടോ സഹാബികളായിട്ടോ മുഹമ്മദിന് ലഭിക്കുന്നത് എന്നോർത്തുകൊള്ളണം. അങ്ങനെ അവരുടെ വാളിൻ്റെ ബലത്തിൽ, ഗുണ്ടാശക്തിയുടെ ബലത്തിലാണ് ഇസ്ലാം ആദ്യഘട്ടങ്ങളിൽ വളരുന്നത്. എവിടെയെങ്കിലും ഇസ്ലാമിന് കാരുണ്യമുണ്ടെന്ന് കേൾക്കുന്നെങ്കിൽ അത് ദാവാ പ്രഭാഷകരുടെ പ്രസംഗ പീഠത്തിൽ മാത്രമാണ്, ഒരു പ്രവൃത്തിയിലുമില്ല എന്നുകൂടി ഓർത്തുകൊള്ളണം. ഇസ്ലാം കാരുണ്യമാണെന്ന് വാതോരാതെ എപ്പോഴും വാചകമടിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിമാരും മുഹമ്മദീസമാരും MM അക്ബർമാരും ഈ പടച്ചുവിടുന്ന വാക്കുകൾക്ക് യാതൊരർത്ഥവുമില്ല. ഒരു കാരുണ്യവും അവരുടെ പക്ഷത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾക്കൊക്കെ തരുന്ന മറുപടിയിലെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കാഠിന്യം നിങ്ങൾ കണ്ടതാണ്. പച്ചപ്പൊട്ടൻ എന്നൊക്കെയുള്ള ആക്ഷേപിച്ചുള്ള വിളികൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ ഇവയൊന്നും ഗൗനിക്കുന്നില്ല. അത്തരം ഭീഷണികൾക്ക് ഒരിക്കലും ഞങ്ങൾ വശംവദരാവുകയുമില്ല, കീഴടങ്ങുകയുമില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഒരു ഗോത്രദേവനല്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ പരിപാവനതയും ശക്തിയും ലോകമറിഞ്ഞത് ഗുണ്ടാപ്പടയുടെ വാളിൻ്റെ ബലത്തിലല്ല, ഉമർ ഖത്താബുമാരുടെ ഭീഷണിയുടെ ബലത്തിലല്ല, ചൊരിയുന്ന ചോരയുടെ ബലത്തിലല്ല, പിടിച്ചെടുക്കുന്ന കൊള്ള മുതലിൻ്റെ ബലത്തിലല്ല, ഭോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലല്ല. 10-40 സ്ത്രീകളെ വലങ്കൈ ഉടമപ്പെടുത്തി എന്ന രൂപത്തിൽ പ്രഭു കുടുംബത്തിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന
രാജകുലത്തിലൊക്കെ ജനിച്ചു വളർന്ന കുലീന സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി സ്വന്തമാക്കി മാറ്റി, ഭോഗവസ്തുവാക്കി മാറ്റി, തെരുവീഥികളിൽ അവരെ വിറ്റഴിക്കുക, അവരെ അവയവങ്ങൾ ആളുകൾക്ക് കാണാൻ പാകത്തിന്, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് വിലപേശി വാങ്ങാൻ പാകത്തിന് അടിമച്ചന്തകളെ ആഭാസവൽക്കരിക്കുക. അങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിമാരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങളെക്കുറിച്ച് എന്ത് പറയാൻ. ഇനി അള്ളാഹു ഇവിടെയൊക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത വ്യക്തിയാണ്. പ്രപഞ്ചശിഷ്ടാവായി നിങ്ങൾ കൊടുത്ത ഈ പ്രമോഷൻ അള്ളാഹുവിന് ഒരു വലിയ ബേഡനാണ്. അള്ളാഹുവിന് കഴിയാത്ത കാര്യമാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജോലി എന്തായിരുന്നു അറിയണ്ടേ? ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എന്തൊക്കെ മുഹമ്മദിന് ആവശ്യമുണ്ട് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ്റെ ജോലിയാണ് അള്ളാഹു നിറവേറ്റിയത്. അത് നല്ല ഭംഗിയായിട്ട് നിറവേറ്റി. അള്ളാഹു ഇത്രയും ഉദാരതയോടെ വേറെ ആരോടും പ്രവർത്തിച്ചിട്ടില്ല. മുഹമ്മദിന് വേണ്ടതെന്തെന്ന് അള്ളാഹുവിന് നല്ല അറിവാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ഒരുപക്ഷെ സൃഷ്ടിച്ചെടുത്ത കൃത്രിമ സൃഷ്ടിയാണോ ഈ അള്ളാഹു, ഇത്തരത്തിലൊരു അള്ളാഹു, ഇത് നമുക്കറിഞ്ഞുകൂടാ. ഇനി മുഹമ്മദ് പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു. മറിച്ച് മുഹമ്മദിൻ്റെ സ്വകാര്യതകൾ, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്തോ അതിനുവേണ്ടി ആയത്തിറക്കി നമ്മോട് പറയും, നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. നബിക്ക് നാം അനുവദിച്ചു കൊടുത്തതാണിത്. നബിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്, നബിക്ക് മാത്രം ഒരു അമുസ്ലിമായി ജീവിതം തുടരാൻ കഴിയുന്ന വിധത്തിലുള്ള ഏർപ്പാടുകളുടെ പ്രഹസനമാണ് നമുക്ക് ഈ ഖുറാനിലുടനീളം ഹദീസുകളിലുടനീളം കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്കറിയാൻ പറ്റുന്നുണ്ട്, ഈ അള്ളാഹുവിന് ഈ പ്രപഞ്ചനാഥനായപ്പോഴേക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അതിലൊന്ന് അള്ളാഹുവിൻ്റെ ശാസ്ത്രജ്ഞാനം പക്ക വിവരക്കേടാണ്. ഇത്രയും നമുക്കൊക്കെ ശാസ്ത്രത്തിൽ ഒത്തിരി അറിവുകളുണ്ട്. നമ്മളാരും സയൻറ്റിസ്റ്റുകളല്ല. നമ്മൾ പറയുന്നതിലൊക്കെ അതുകൊണ്ട് ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ, വാക്സിനെക്കുറിച്ച് പറഞ്ഞാൽ, രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കേട്ടറിവുകൾ എന്നേ പറയൂ. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, അതുകൊണ്ട് തെറ്റുവരിക സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിന് തെറ്റുവരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അള്ളാഹു പറഞ്ഞ പമ്പര വിഡിത്തം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. മനുഷ്യന് ബീജം പുറപ്പെടുന്നത്, മനുഷ്യൻ്റെ ശരീരത്തിൽ സെമൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുരുഷൻ്റെ മുതുകലിൽ നിന്നാണ്. ഇത്രയും ശുദ്ധ വിവരക്കേട് പറയാൻ അറബിയിലെ ഒരു ഗോത്രദേവനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? എന്നിട്ടോ അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താ? എന്നിട്ട് ഈ അക്ബർ സാഹിബും മുജാഹിദ് ബാലുശ്ശേരിയുമൊക്കെ നമുക്ക് മുതുകല്ലിൽ നിന്ന് ഇങ്ങനെ ബീജം പുറപ്പെടുവിക്കുവാൻ ഉള്ള കഠിന ശ്രമത്തിൽ ആടി ആടി വിയർക്കുകയാണ്. എൻ്റെ പരമകാരുണ്യവാനെ, ഈ അക്ബർ സാഹിബ് വിയർക്കുന്നത് കണ്ടോ? ആഴക്കടൽ ഇരുട്ട് പറഞ്ഞ് 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 കൊളവാക്കുന്നത് കണ്ടോ? കാരുണ്യവാനെ, ഇത്രയും വിവരദോഷം ഈ അനുഗാമികളെ പഠിപ്പിക്കാവോ? ഇതുപോലെയുള്ള തിന്മകൾ ഇവരെ പഠിപ്പിക്കാവോ? വേദികളിൽ വിയർക്കുക ഇവരറിഞ്ഞില്ല. വിവരസാങ്കേതിക വിദ്യ അവരുടെ മുമ്പിലേക്ക് ഈ രൂപത്തിൽ വരുമെന്നും ഇവർ തേച്ചൊട്ടിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്നും അള്ളാഹു കാശിനേട്ട എന്ന നിലയിലേക്ക് നിലവാരം അതപ്പതിക്കുന്ന ഒരു കാലം വരുമെന്നും ഇവരറിഞ്ഞില്ല. അതുകൊണ്ട് പാവങ്ങളെ പല പഞ്ചായത്തുകളിലും മൊക്കിൽ നിന്നും വിളിച്ചുകൂട്ടി തൊട്ടു മുമ്പിലിരുത്തി ജ്ഞാനം വിളമ്പിക്കൊണ്ട് സംവാദത്തിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു നടന്ന ഈ കക്ഷികൾ എവിടെ അപ്രത്യക്ഷമായി? നിങ്ങളുടെ അവസ്ഥ തന്നെ അള്ളാഹുവിനും വരും. ചോദ്യങ്ങളെ നേരിടാൻ അള്ളാഹുവിന് ത്രാണി പോരാ. അള്ളാഹുവിനും അനുഗാമികൾക്കും ആയുധബലത്തിലായിരുന്ന കരുത്ത് അവർക്കൊരിക്കലും മനുഷ്യൻ്റെ മാന്യമായ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ 10 ചോദ്യങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിച്ചിട്ട് കണ്ട ഭാവമില്ല. എന്താ നിങ്ങൾക്കറിയാമല്ലോ കാരണം. അതിനു മുമ്പ് എന്താ ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത്? എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി. എന്താ മറുപടി? ഈ അനുഗാമികളുടെ വലിയൊരു പ്രശ്നം നിങ്ങൾക്കറിയാമോ? നമ്മൾ ഖുറാനിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കൂ, മറുപടി ബൈബിളിലേക്കൊരു ഓട്ടമാണ്, മഹാഭാരതത്തിലേക്ക് ഓട്ടമാണ്, കഥകൾ വായിച്ചിട്ട് മറുപടി പറയാൻ ഉള്ള ശ്രമമാണ്. കുമാരനാശാൻ്റെ കവിതകളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിത, ഇനി മുതൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ റെഫറൻസ് പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ കവിതയൊക്കെ എടുത്ത് വായിച്ചോളാം. ചിന്താവിഷ്ടയായ സീത വായിച്ചോളൂ, ഞങ്ങൾ അതിൽ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. ഇത്രയും വേർത്ത് വിഷമിച്ച് സംസാരിക്കേണ്ടതില്ല. തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പച്ചപ്പൊട്ടത്തരം ഈ രൂപത്തിൽ ഒത്തിരി ആവർത്തിക്കരുത്. കാരണം അത് വരും സമൂഹം നിങ്ങളെ പരിഹസിക്കാൻ കാരണമാകും കൂടുതൽ. ഓക്കെ, നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാം അള്ളാഹുവിൻ്റെ മറ്റൊരു ശാസ്ത്രജ്ഞാനം. ഇത്തരം വിവരദോഷങ്ങളൊക്കെ എങ്ങനെയാണ് അള്ളാഹു ബോധ്യപ്പെട്ടതെന്ന് പറയാം. 460 BC ഹിപ്പോക്രാറ്റസ് ജീവിച്ചിരുന്നു. ഹിപ്പോക്രാറ്റസ് അന്നത്തെ കാലത്ത് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് തനിക്കറിയാവുന്നതൊക്കെ എഴുതി വെച്ചു. ഒത്തിരി ഗവേഷണം അദ്ദേഹം നടത്തി. എന്നാൽ പിന്നീട് പ്ലേറ്റോ വരിക BC 350. പ്ലേറ്റോയുടെ കാലമെത്തുമ്പോഴേക്കും ഈ കണ്ടെത്തലുകൾ കുറെ കൂടി പരിഷ്കരിച്ചു. അപ്പോൾ ഹിപ്പോക്രാറ്റസിൽ നിന്ന് ഒത്തിരി ആകുന്നു പ്ലേറ്റോ.
പ്ലേറ്റോയിൽ നിന്ന് 132 ആകും, AD 132 ആകുമ്പോഴേക്കും ഗാലൻ വരികയാണ്. ഗാലൻ്റെ വൈദ്യശാസ്ത്ര വിജ്ഞാനം. ഗാലൻ ഒത്തിരി കണ്ടെത്തലുകൾ നടത്തി. ഈ ഗാലൻ്റെ കണ്ടെത്തലുകളാണ് ഖുറാനിലൊക്കെ കാണുന്നത്. ഇപ്പം ഗാലന് പറ്റിയ തെറ്റുകൾ അതേ രൂപത്തിൽ ഖുറാനിൽ കിടക്കുകയാണ്. അങ്ങനെ ശാസ്ത്രജ്ഞാനം അത്. ഇനി മറ്റ് പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഭൂമിശാസ്ത്രം വളരെ രസകരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ചരിഞ്ഞെന്നും മറിഞ്ഞ് വീഴാതെയൊക്കെ ഇരിക്കാൻ കാരണം അള്ളാഹു പറയുന്നത് ഈ പർവ്വതങ്ങളെ വെച്ച് ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി ഇളകാതിരിക്കുന്നത്. അപ്പം മൗണ്ടൻസ് ഇതിലുള്ളത് ഈ ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ഭൂമിയുടെ സ്വാഭാവികമായ ആ സംവിധാനം തന്നെയാണ് ഈ പർവ്വതങ്ങൾ എന്ന് മനസ്സിലാക്കുന്നില്ല. മറിച്ച് പർവ്വതങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഭൂമി ഇളകാതിരിക്കുന്നു എന്നൊക്കെയുള്ള ശുദ്ധ വിവരക്കേട് ഖുറാനിലല്ലാതെ എവിടെയെങ്കിലും കാണുമോ? അപ്പോൾ ഖുറാൻ്റെ ശാസ്ത്രം, ഖുറാൻ്റെ ആരോഗ്യശാസ്ത്രം ഇതെല്ലാം ഭയങ്കര രസകരമാണ്. ഭയങ്കര വിജ്ഞാനപ്രദമായിട്ട് വേദികൾ ഇവർ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസകളിൽ കൊണ്ട് പാവം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. അവരൊക്കെ ഓർത്തിരിക്കുന്നത് ഇതൊക്കെ നേരാണ്. എന്നിട്ട് പറയും ഖുറാനിലില്ലാത്ത ഒന്നുമില്ല, മനുഷ്യൻ്റെ സകല ചോദ്യങ്ങൾക്കും ഖുറാനിൽ ഉത്തരവുണ്ട്. നമ്മൾ ഈ പാവപ്പെട്ടവൻ 10 ചോദ്യം ചോദിച്ചിട്ട് ഒറ്റ മറുപടിയില്ല. അപ്പോൾ സുഹൃത്തേ, എന്തിനാണ് ഇത്രയും പറഞ്ഞത്? അള്ളാഹുവിനെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. വലിയ സന്തോഷം. അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റി, അള്ളാഹുവിൻ്റെ പ്രവാചകനെ തിരിച്ചറിയാൻ പറ്റി. അതിലേറ്റവും വലിയ ഫോഷ്ക എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന ആരാണ്? മുഹമ്മദ് ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറയുന്ന ആരാണ്? ഖുർആൻ എന്നത് ആരെഴുതിയാണ്? മുഹമ്മദ്. ചുരുക്കത്തിൽ മുഹമ്മദ് ആരെന്നറിയാൻ ഖുർആൻ വായിക്കണം, ഖുർആൻ എന്തെന്നറിയാൻ മുഹമ്മദിനോട് ചോദിക്കണം, അള്ളാഹു ആരെന്നറിയാൻ ഈ ഖുർആൻ വായിക്കണം, അള്ളാഹുവിനെ കുറിച്ചറിയാൻ മുഹമ്മദിനോട് ചോദിക്കണം. അള്ളാഹു, ഖുർആൻ, മുഹമ്മദ്, ഈ 3 പേരൊഴിച്ച് അതിനകത്ത് വേറെ ഇടപാടുകാരാരുമില്ല. അതിനകത്തൊരു സംഭാഷണവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോഷ്കിൻ്റെ ഒരു വലിയ പ്രവാഹം ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ചിന്തകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയില്ല, വിദ്യാസമ്പന്നരെന്ന് കരുതുന്ന അനവധി ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പക്ഷത്ത് എഴുന്നേറ്റ് വന്ന് ഖുർആനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. വിവരദോഷങ്ങളുടെ ഒരു പരമ്പര അത് വെള്ളപൂശി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഠിന ശ്രമത്തിലാണ്. ഇത് വരും കാലഘട്ടം നിങ്ങളെ അപഹാസ്യരായി കാണും, നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ ഫോഷ്കിൻ്റെ ചീട്ടുകൊട്ടാരം അത് തകർന്നടിഞ്ഞ് താഴെ വീഴും. അത് കാണേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ട് ദവാപ്രഭാഷകർ അധപ്പതിക്കും. ആ കാലം വിദൂരമല്ല. ഞങ്ങളിതൊക്കെ പറയാൻ ആഗ്രഹിച്ചവരല്ല, ഞങ്ങൾക്കതിൻ്റെ ആവശ്യവുമുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു വാങ്ങി. വെറുതെ ഇരുന്ന ക്രൈസ്തവരെ സംവാദത്തിന് കുത്തി വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ആത്മീയ ഗ്രന്ഥങ്ങളെ ആക്ഷേപിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവിനെ ആക്ഷേപിച്ചു, നിങ്ങൾ കന്യകാമറിയത്തെ ആക്ഷേപിച്ചു, നിങ്ങൾ പൗലോസ്ലീഹയെ ആക്ഷേപിച്ചു. ആക്ഷേപം അതിരുവിട്ടപ്പോൾ ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഏറ്റവും ശ്രേഷ്ഠമെന്ന് നിങ്ങൾ കരുതിപ്പോന്ന ഈ പുസ്തകത്തിൽ മൂല്യവത്തായ ചിന്തയും ദർശന പദ്ധതിയും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാനുള്ള താല്പര്യത്തിൽ ഞങ്ങൾ ഖുർആൻ അന്വേഷിച്ചു. ആ ഖുർആനിൽ അങ്ങനെ ഒരു ദാർശനിക പദ്ധതിയില്ല. അതിൽ മനുഷ്യത്വം എന്നൊന്നില്ല, അതിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഇടപാടില്ല. അതെല്ലാം ഒരു മനുഷ്യനെ പുകഴ്ത്തുക, ദൈവത്തെക്കാൾ ഒരു മനുഷ്യനെ പുകഴ്ത്തുക. വാസ്തവത്തിൽ ഖുർആനിലെ ദേവൻ അത് മുഹമ്മദല്ലേ. മുഹമ്മദിനാണ് പ്രായോഗികമായിട്ട് അള്ളാഹുവിനും മീതെയുള്ള റേഞ്ച്. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ മുഹമ്മദിനെതിരെ പറയുന്നവർക്ക് മരണശിക്ഷ വിധിക്കുന്നു, അള്ളാഹുവിനെതിരെ പറയുന്നവർക്ക് തടവ് ശിക്ഷ വിധിക്കുന്നു. ആരാണ് നിങ്ങളുടെ ദേവൻ? ആരാണ് നിങ്ങളുടെ സൃഷ്ടാവ്? പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയും, പക്ഷെ പ്രായോഗികമായി മുഹമ്മദിനെ കുറിച്ച് പറയും. അതുകൊണ്ട് മുഹമ്മദ് ചെയ്ത തിന്മകളെ മുഴുവൻ നിങ്ങൾ കോടി നടന്ന് ന്യായീകരിക്കേണ്ടി വരുന്നു. അള്ളാഹു പോലും ഇതികർത്തവ്യത മൂടനായി നിൽക്കുന്നു. കിൻഡർ ഗാർട്ടനിലെ കുഞ്ഞിനെ മുതൽ അങ്ങ് കട്ടിലിൽ കിടക്കുന്ന പ്രായമുള്ള സ്ത്രീയെ വരെ ഭാര്യയാക്കാനുള്ള മുഹമ്മദിന്റെ താല്പര്യങ്ങൾക്ക് ആയത്തിറക്കി മറപിടിക്കുന്നു. നോക്കണം, കുലീന സ്ത്രീകളായിട്ട് അടുത്തടുത്ത രാജ്യങ്ങളെ പ്രഭുക്കന്മാരുടെ ഭാര്യമാരായും കുഞ്ഞുങ്ങളായിട്ടുമൊക്കെ ജീവിച്ചു പോന്ന പെൺകുട്ടികളെ, സ്ത്രീകളെ ബലാത്കാരേണ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അവരെ വെപ്പാട്ടിമാരെ ഉപയോഗിച്ച് തെരുവിൽ കൊണ്ട് വിൽക്കുന്നു. അവരുടെ കുട്ടികളെ, അവരുടെ മക്കളെ, പെൺകുട്ടികളെ അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഭാര്യമാരാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ മൃഗം ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തിഹീനതകൾ തനിക്കും അനുഗാമികൾക്കും ഒരുപോലെ വെച്ചു കൊടുത്തിട്ട് അത് ശ്രേഷ്ഠമെന്ന് പറയുക, അത് ധാർമ്മികം എന്ന് പറയുക. ഈ മൃഗീയത വിട്ട് ഓടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും മുജാഹിദ് ബാലുശ്ശേരിമാർ പറയുന്നത് വസ്തുതയാണ്. എന്ത് വസ്തുത? ഞങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുഹമ്മദിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവിനെ ഇങ്ങനെ പറഞ്ഞാൽ ഉപസംഹരിക്കാം. അള്ളാഹു ഒരിക്കലും കരുണാമയനായ, കാരുണ്യവാനായ,
പ്രപഞ്ചനാഥനായ, ഉലകത്തിൻ്റെ കാരണഭൂതനായ, മനുഷ്യരാശിയുടെ സൃഷ്ടാവായ, ഈ പ്രപഞ്ചത്തിൻ്റെ ചരാചര നിയമങ്ങളെ മുഴുവൻ ഒരുപോലെ പാലിച്ചു പോരുന്ന സകലത്തിൻ്റെ ഉടമയായ ദൈവമല്ല. ഒരിക്കലും അതാകാൻ അള്ളാഹുവിന് സാധിക്കില്ല. മറിച്ച് ആരാണ് അത്? ബെഡൂവിയൻ അറബികളുടെ, മക്കാ മുശ്രിക്കുകളുടെ ഒരു പ്രാചീന ഗോത്രദേവൻ, നക്ലക്ക് തെക്ക് ജീവിച്ചിരുന്ന ഉസായുടെ, ലാത്തയുടെ, മനാത്തയുടെ അപ്പൻ മാത്രമായ ഒരു പ്രാകൃത ബിംബം. ആ ബിംബം ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലെ പ്രപഞ്ചനാഥനായിട്ടില്ല. മക്കയെ കേന്ദ്രീകരിച്ച് കേൾക്കുന്ന കഥ വെറും കെട്ടുകഥയാണ്. അവിടെ ഒരിക്കലും ബൈബിളിൽ പറയുന്ന അബ്രഹാമിന്റെ പുത്രനായ ഇസ്മായിലോ പോയിട്ടില്ല. പോയതായി ഒരു ചരിത്രരേഖകളിലുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഏത് ചരിത്രരേഖ? ഖുർആന് പുറത്തുള്ള ചരിത്രരേഖ ഹാജരാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാർ. എന്തുകൊണ്ട് ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സ്വന്തം താല്പര്യത്തിനും ഇംഗിതത്തിനും സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി തന്നെ സ്വയം വലുതാക്കി കാണിക്കാൻ അള്ളാഹു എന്നൊരു സങ്കല്പ കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ കഥാപാത്രത്തെ കൊണ്ട് തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കാൻ ജനത്തെ ശട്ടം കെട്ടിക്കുകയും ചെയ്യുന്ന ഒരു ഫേക്ക് സാഹിത്യമാണത്. അതിലെ തെളിവുകൾ തെളിവല്ല. ഒരു മുസൽമാൻ അത് തെളിവായി കാണുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ ക്രൈസ്തവരോട് ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ദാവാപ്രഭാഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് ഖുർആനെ കുറിച്ച് നിലപാടുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നിലപാടുണ്ട്, ഞങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് നിലപാടുണ്ട്. തിരിച്ച് നിങ്ങളുടെ അള്ളാഹുവിന് ബൈബിളിനെ കുറിച്ച് എന്ത് നിലപാട്? നിങ്ങളുടെ മുഹമ്മദിന് ബൈബിളിനെ കുറിച്ച് എന്ത് നിലപാട്? ഇസ്ലാമിക സാഹിത്യത്തിന് എന്ത് നിലപാട് ബൈബിളിനെ കുറിച്ച്? അത് ഇന്നത്തെ ദാവാപ്രഭാഷകന്റെ നിലപാടാണോ? ഇന്നത്തെ ഏതെങ്കിലും മുസ്ലിമിന്റെ നിലപാടാണോ? എങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? നിങ്ങൾ പറയുന്നു ബൈബിളിൽ കൈകടത്തലുണ്ട്, നിങ്ങൾ പറയുന്നു അതിൽ മനുഷ്യൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് പരമജ്ഞാനിയായ അള്ളാഹു ഒരു വാക്കൊന്നും ഉരിയാടിയില്ല? എന്തുകൊണ്ട് ഞാൻ അറിവാണ്, അറിവിൻ്റെ മഹാനഗരമാണ്, ആ നഗരത്തിലേക്കുള്ള വഴി അലിയാണെന്നൊക്കെ പറഞ്ഞ മുഹമ്മദ് ഒരു വാക്കുകൊണ്ടെങ്കിലും തോറയിൽ, ഇഞ്ചീലിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ടത് പറഞ്ഞില്ല? ബോധ്യപ്പെടുത്തിയില്ല. അവർ പറയാത്ത ഈ അറിവ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ചുരുക്കത്തിൽ നിങ്ങൾ ക്രൈസ്തവരെ കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന വ്യാജപ്രചരണങ്ങൾ മുഴുവൻ ഞങ്ങൾ സകല പഴുതുമടച്ച് അതിനെതിരെ വെല്ലുവിളികൾ മുഴക്കുന്നു. അതിനെതിരെ ഞങ്ങൾ പരിചിന്തനം നടത്തുന്നു, വിചിന്തനം നടത്തുന്നു. മറുവശത്ത് ഒന്നുകൂടി, നിങ്ങൾ ഇതുവരെ മൂടി വെച്ചിരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള, മുഹമ്മദിനെ കുറിച്ചുള്ള, ഖുർആനെ കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണകൾ മുഴുവൻ ഞങ്ങൾ ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്നു, മറയില്ലാതെ അവതരിപ്പിക്കുന്നു. ഇരുട്ട് മൂടിക്കിടക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളെ, ആ സത്യങ്ങളെ ഞങ്ങൾ സവിസ്തരം മനുഷ്യരാശിക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവർ മൂക്കത്ത് വിരൽ വെക്കുന്നു. അയ്യോ, മതപണ്ഡിതന്മാരുടെ വേദികളിൽ, സംവാദ സദസ്സുകളിൽ, പ്രഭാഷണ വേദികളിൽ ഞങ്ങൾ കേട്ട അള്ളാഹു കാരുണ്യവാനാണ്, പക്ഷെ ചരിത്രത്തിൽ അള്ളാഹു അങ്ങനല്ല. ഞങ്ങൾ തിരിച്ചറിഞ്ഞ മുഹമ്മദ്, ഞങ്ങൾ വായിച്ചറിഞ്ഞ പ്രഭാഷകർ പറഞ്ഞു കേട്ട മുഹമ്മദ് ആദർശശാലിയാണ്, പക്ഷെ ഞങ്ങൾ കാണുന്ന മുഹമ്മദ് അങ്ങനല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്ന മുഹമ്മദ് അങ്ങനല്ല. ഖുർആനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു, അത് നീതിബോധത്തിന്റെ കൃതിയാണെന്നൊക്കെ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വായിച്ചറിയുന്ന ഖുർആൻ അങ്ങനെയല്ല. ഈ മാറ്റത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കാൻ കാരണം നിങ്ങളാണ് അതിന് കാരണക്കാർ. അതുകൊണ്ട് നിങ്ങൾ ഫോഷ്ക്ക് ഉപേക്ഷിക്കണം, നിങ്ങൾ വിവരദോഷം ഉപേക്ഷിക്കണം, നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ ന്യായീകരണം അവസാനിപ്പിക്കണം, യാഥാർത്ഥ്യബോധത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കണം. ഞങ്ങൾ ക്രൈസ്തവരെ അല്ലാതെ നിങ്ങളുടെ ഈ തൊടിന്യായങ്ങൾ പഠിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് നിങ്ങൾക്ക് സാഹസികമായിരിക്കും. ഇനിയുള്ള കാലം നിങ്ങൾക്കത് സാധ്യമല്ല. ഇത്തരം അടവുകൾ മുഴുവൻ വച്ചൊഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വ്യവഹാരവുമായി സ്വന്തം ലോകത്തേക്ക് പോകൂ. ഞങ്ങളെ അത് ബാധിക്കുന്നില്ല. മറിച്ച് ഈ പോസ്റ്റ് ഞങ്ങളുടെ തലമുറകളെ അടിച്ചേൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ ആ പഴയ സംവാദ കലയുണ്ടല്ലോ, ആ അടവ് അത് മനസ്സിൽ വെച്ചാൽ മതി. അത് അംഗീകരിക്കുന്ന ആളുകളല്ല ഇപ്പോഴത്തെ ക്രൈസ്തവരെന്നറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങളുടെ യുവസമൂഹം വളരെ പ്രതീക്ഷയോടെ ഇത്തരം ആശയപ്രകാശനങ്ങളെ കാണുന്നു. 2-3 ദിവസങ്ങൾ ശരീരത്തിൻ്റെ ചില പരിതസ്ഥിതികളാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. 100 കണക്കിന് സുഹൃത്തുക്കൾ വിളിച്ച് വീഡിയോ താമസിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും പ്രതികരിച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, മുജാഹിദെ, MM അക്ബർ സാഹിബെ, മുഹമ്മദ് ഈസ, ഒരിക്കലും അള്ളാഹുവിന് നന്നാകാനാവില്ല. ക്യാപ്റ്റനോളമേ ടീം നന്നാവൂ, ടീമോളമേ ക്യാപ്റ്റൻ നന്നാവൂ. അള്ളാഹു ഓളമേ മുഹമ്മദും നന്നാവൂ, മുഹമ്മദിനോളമേ അള്ളാഹു നന്നാവൂ. അത്രയുമേ ഖുർആനും വരാൻ സാധിക്കൂ. പക്ഷെ ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം പറയാം, ഞങ്ങളുടെ യുഗപുരുഷൻ, കർത്താവും രാജാതിരാജാവും എന്ന് പേരുള്ളവൻ,
താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയായ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അതുലനായ ആ മഹാദൈവം, ആ മഹാദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ സമ്പന്നമായ ദൈവത്തിൻ്റെ തിരുവചനം അത് മനുഷ്യരെ നന്നായി വ്യാഖ്യാനിക്കുന്നു, ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നു, വസ്തുതകളെ വെളിപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ തൻ്റെ പുത്രനെ കാലത്തിൻ്റെ സമ്പൂർണതയിൽ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇഹലോകത്തിലേക്ക് അയച്ചു. പാപപരിഹാരത്തെക്കുറിച്ചൊക്കെ മുജാഹിദ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. താമസം വിന ഞാൻ അതിനും മറുപടി പറഞ്ഞുകൊള്ളാം. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ യുഗപുരുഷനായ ക്രിസ്തുവെപ്പോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരാളെങ്കിലും നിങ്ങൾക്കൊപ്പമുണ്ടോ സുഹൃത്തേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വസ്തുത ചിന്തിച്ചു. ബൈബിളിൽ ഒട്ടേറെ നെഗറ്റീവ് കഥാപാത്രങ്ങളുണ്ട്. ഉദാഹരണം യൂദ, ഒറ്റിക്കൊടുത്ത ആൾ. യൂദയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ യൂദ എത്രയോ മോശമായൊരു നിലയിലാണ് ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഒറ്റുകാരൻ്റെ, കുതികാൽ കെട്ടുന്നവൻ്റെ ഒക്കെ പ്രതീകമാണ് യൂദ എന്ന് പറയുന്നത്. ദൈവസ്നേഹം ത്യജിച്ചിട്ട് പോയ ദേമാസ് എന്നൊരു കഥാപാത്രത്തെ ബൈബിളിൽ കാണുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ മനോഹരമായി തുടങ്ങി ഒടുക്കം ജീവിതാന്ത്യത്തിൽ തകർന്നുപോയ സോളമൻ എന്നൊരു കഥാപാത്രമുണ്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ. ഇതുപോലെ നിരവധി കഥാപാത്രങ്ങൾ, അവരെ നമുക്കെടുക്കാം. ഈ നെഗറ്റീവ് കഥാപാത്രങ്ങളെ നിർത്തിയിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോകാം. ഈ നെഗറ്റീവ് കഥാപാത്രങ്ങളായി ക്രൈസ്തവർ കാണുന്ന ഇവർക്കൊപ്പം പോലും നിൽക്കാൻ മുഹമ്മദിന് സാധിക്കുമോ? അവരുടെ സ്വഭാവ മഹിമയിൽ, അവരുടെ ജീവിത വീക്ഷണങ്ങളിൽ, അവരുടെ പാപം ഗുരുതരമെങ്കിലും ആ പാപത്തെ വെല്ലുന്ന എത്രയോ ഹീനകൃത്യങ്ങളാണ് നിങ്ങൾ പരിശുദ്ധമാക്കി പെയിൻ്റടിച്ച് സമൂഹമധ്യം കൊണ്ടുവരുന്നത്. അത് നിങ്ങളുടെ യുവത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളിലെ പ്രമുഖർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടെ പുതുതലമുറ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ക്ലബ്ബ് ഹൗസുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സംവാദവേദികളാക്കി മാറ്റിക്കൊണ്ട് ക്രൈസ്തവരെക്കാൾ ആവേശത്തിൽ മുസ്ലിങ്ങൾ ഖുർആൻ വിരുദ്ധരാകുന്നു. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം കാര്യങ്ങളുടെ കിടപ്പ്. ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രസക്തി. അനുഗമിക്കാൻ യോഗ്യനായ ധന്യനായ യേശു ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പാകെ വരച്ചു കാട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. യേശുവെപ്പോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന, അനുസരിക്കാൻ കൊള്ളാവുന്ന ഒരാളും ഉലകത്തിലില്ല. അവിടുത്തെ മഹിമയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനായി ഞാൻ ഒരിക്കൽ കൂടി വിധേയപ്പെടുന്നു. ഈ വചനം കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിലെ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരിപ്പാൻ അത്യുന്നതൻ കൃപ നൽകുമാറാകട്ടെ.